30% ഓഫറാ? ഇതിനൊക്കെ 20 രൂപ അല്ലേ? അതിൽ 30% MRP 30% ഓഫ് ഉണ്ടാവും. 20 30% ഓഫ് ഉണ്ടാവും. 200 പേജ് 32 അതിൽ 30% ഓഫ് ഉണ്ടാവും. എത്ര ഉണ്ടാവുക? 32 ആവുമ്പോൾ 22 റുപ്യ 200 ഇല്ലേ? 22. ഇത് ഹഗി ബഗിയോ? അത് ചിരിക്കുന്നതല്ല. ഇപ്പം ഏതാ എടുത്തത്? അതൊക്കെ വലിയ കുട്ടികൾ വരയ്ക്കുന്നത് എഴുതുന്നതൊക്കെയാണ്. അതൊന്നും ആയിട്ടില്ല. ഇതവിടെ സ്ക്രാപ്പ്. ഇത് നോക്കിയ സ്ക്രാപ്പ്. അത് വേണ്ട. ഡ്രോയിങ് ബുക്ക് വേറെ ഉണ്ടാവും. ഇനി വേണം എനിക്ക് ഇത് ഇങ്ങനത്തെ ബുക്ക് വേണം. റഫ് ബുക്കിന് എടുത്തീനിയോ? ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ എജുമാർട്ടിൽ വന്നതാണ്. ഷാനസിന് ബുക്സ് അതുപോലെ ഈ പെൻസിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇത് വരുന്നത് പുതിയ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ. കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ കാലിക്കറ്റ് പുതിയ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് എജുമാർട്ട് വരുന്നത്. ഇവിടെ ഡയറിക്കൊക്കെ ഓഫറുണ്ട്. 2025 ഡയറിയാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അതിനൊക്കെ 99 ആണ്. ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. എല്ലാ ഐറ്റംസിനൊന്നും ഓഫറില്ല, ചില ഐറ്റംസിനൊക്കെ ഓഫറുണ്ട്. ഇത് ഫുഡ് കണ്ടെയ്നറാണ്. അപ്പോൾ നമ്മൾ പല ഡിഫറെൻറ്റ് ഐറ്റംസ് വരുന്നുണ്ട്. അതിന് ഡിഫറെൻറ്റ് പ്രൈസസും ആണ് കേട്ടോ വരുന്നത്. 40%ഉം അതുപോലെ 50%ഉം ഒക്കെ ഓഫർ വരുന്നുണ്ട്. എല്ലാ ഐറ്റംസിനും 50% ഓഫറല്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് എടുത്താൽ മതി. ഇത് വരുന്നത് 2023 ഡയറിയാണ്. അതിന് വരുന്നത് 99 ആണ്. എൻ്റെ ഷാനൂസ് ആണെങ്കിൽ എവിടെ നിന്നൊക്കെ ഒരു കാറ് തപ്പിപ്പിടിച്ച് വന്നിട്ടുണ്ട്. അവന് ഈ എന്താ പറയുക, നമ്മൾ വാങ്ങിക്കാൻ മെയിനായിട്ട് വന്നത് അവന് ബുക്സ് വാങ്ങിക്കാനാണ്, നോട്ട്. അവന് ഈ ടോയ്സ് കണ്ടപ്പോൾ ആ ഒരു സെക്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് എടുത്തു വന്നതാണ് കേട്ടോ. ഇവിടെ പെന്ന്, പെൻസില് അതിൻ്റെയൊക്കെ ഓരോ സെക്ഷനാണ് വരുന്നത്. 60, 50 അങ്ങനെയൊക്കെ. ഇത് വരുന്നത് 70 ആണ്. അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് പ്രൈസസ് വരുന്നുണ്ട്. ഇതൊന്നും ഓഫറല്ല കേട്ടോ. ഇതിന് ഓഫർ വരുന്നുണ്ട്. ലഞ്ച് ബോക്സിന് ഓഫർ വരുന്നുണ്ട്. ഞാനിത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ ഈ ഒരു ഓഫർ പ്രൈസിൽ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓഫറിൽ കൊടുക്കുന്നത്. അതല്ല 849-ന് 424-നാണ് ഈ ഒരു ലഞ്ച് ബോക്സ്. അതുപോലെ 649-ന് 324 കേട്ടോ ഓഫറായിട്ട് ഇവർ കൊടുക്കുന്നത്. 30% ഓഫറാ? ഇതിനൊക്കെ 20 രൂപ അല്ലേ? അതിൽ 30% MRP 30% ഓഫ് ഉണ്ടാവും. 20 30% ഓഫ് ഉണ്ടാവും. 200 പേജ് 32 അതിൽ 30% ഓഫ് ഉണ്ടാവും. എത്ര ഉണ്ടാവുക? 32 ആവുമ്പോൾ 22 റുപ്യ 200 ഇല്ലേ? 22. ഇവിടെയല്ലേ നോട്ട് ബുക്കിനൊക്കെ നല്ല ഓഫറുണ്ട്. 200 പേജിൻ്റെ 1 ലൈൻ നോട്ട് ബുക്കിനൊക്കെ വരുന്നത് 32 ആണ് MRP വരുന്നത്. പക്ഷേ ഓഫർ പ്രൈസിൽ 22 ആണ്. അങ്ങനെ നമ്മൾ നോട്ട് ബുക്കൊക്കെ വാങ്ങി. ഇത് അവന് അധികം ഇങ്ങനെ എന്താ പറയുക EVS, മാത്സ് അതിനൊക്കെ 4 ലൈനാണ്. അങ്ങനെ 32ഒക്കെയാണ് 4 ലൈൻ കോപ്പിക്ക് വരുന്നത്. 200 പേജിൻ്റെ അതൊക്കെ വാങ്ങിച്ച് അങ്ങനെ അവൻ്റെ നോട്ട് ബുക്കൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാഗ്, കൊട അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ കിറ്റ് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ലഞ്ച് ബോക്സ് അതുപോലെ നോട്ട് ബുക്കൊക്കെയാണ് മെയിനായിട്ട് അവന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത് കേട്ടോ. ഇത് പിന്നെ റൈസർ അതുപോലെ കട്ടർ അതിൻ്റെയൊക്കെ ഓരോ സെക്ഷനാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ പാക്കറ്റിൽ വരുന്ന റൈസറിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാക്കറ്റ് അല്ലാത്തത് ഒന്ന് എടുത്തിട്ടുണ്ട്. അതൊക്കെ വലിയ കുട്ടികൾ വരയ്ക്കുന്നതും എഴുതുന്നതൊക്കെയാണ്. അതൊന്നും ആയിട്ടില്ല. ഇത് ഇങ്ങനത്തെ ബുക്ക് വേണോ? റഫ് ബുക്കിന് എടുത്തീനിയോ? ഞാനില്ലേ അവന് ഫസ്റ്റിലേ നമ്മൾ ഈ ബുക്ക് പൊതിയുന്ന ബ്രൗൺ പേപ്പർ വാങ്ങുന്നത് ഇങ്ങനത്തേതാണ് കേട്ടോ. ഇങ്ങനത്തെ തൊണ്ടാണ് നമ്മൾ അവൻ്റെ ബുക്ക് കവർ ചെയ്ത് കൊടുക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ച് അധികം ആളുകളും വാങ്ങുന്നത് മറ്റേതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചേ. ഇത് വേണ്ടാന്ന് വെച്ച്. പിന്നെ ഇതാ ഇങ്ങനെ ഗിൽറ്റ് മോഡലൊക്കെ വരുന്ന ബ്രൗൺ പേപ്പർ ഉണ്ട്. ബുക്ക് കവർ ചെയ്യാൻ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പക്ഷേ ഒരു ഗിൽറ്റ് ആയതുകൊണ്ട് കാണാൻ ഭംഗിയുള്ളൂ. പിന്നെ ഇതാ ഇങ്ങനെ വൈറ്റ് ആയിട്ട് വരുന്നതുണ്ട് റോള്. അപ്പം നമ്മൾ വാങ്ങിക്കുന്നത് ഈ ഒരു റോളാണ് കേട്ടോ.
ഇത് 2 എടുത്തിട്ടുണ്ട്. ഒന്നിന് വരുന്നത് 70 രൂപയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 2 റോൾ എടുത്തിട്ടുണ്ട്. നോട്ടും അതുപോലെ ടെക്സ്റ്റും പൊതിയാണ്ടാവുമല്ലോ. പിന്നെ അവനെ കൊണ്ടുവന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അവന് ഈ ഒരു ഐറ്റംസൊക്കെ നോക്കുന്നതിനേക്കാളും അവന് എന്താ പറയുക മൈൻഡ് പോകുന്നത് ഇങ്ങനെ ടോയ്സിലേക്കാണ് കേട്ടോ. അവന് എവിടെയൊക്കെ ടോയ്സ് ഉണ്ടോ അതോ ഒരു സെക്ഷനിലൊക്കെ പോയിട്ട് ഇങ്ങനെ തപ്പി പിടിച്ച് ഓരോന്ന് കൊണ്ടുവരും. ഇങ്ങനെ ഈ കാറായിട്ടും അതുപോലെ ഓരോ പെന്നിലും പെൻസിലും അതിലൊക്കെ ഓരോ ടോയ്സ് ആയിട്ടുള്ളതുണ്ട്. അപ്പം മക്കളെ കൊണ്ടുവന്നാൽ ഒരു ടാസ്ക് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നാൽ കേട്ടോ. ഇപ്പോൾ അവനെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കൊണ്ടുവരുന്നത്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിന് നല്ല ടാസ്ക് തന്നെയാണ്. അവനെ ഇവിടെ വിളിച്ചാൽ അവിടേക്കാണ് ഓടുന്നത്. ഓരോന്നിങ്ങനെ കാണുന്നുണ്ട്. ഒരു പെന്ന് അതുപോലെ ഒരു ഫാൻസി പെന്ന് ഇങ്ങനെ ടോയ്സ് ആയിട്ട് വരുന്നത് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഉള്ളത് നോക്കി നോക്കി നടക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഈ നെയിം സ്ലിപ്പ് ഇങ്ങനെ സ്റ്റിക്കർ ഉള്ളത് അവൻ്റെ പിക്ക് വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് വേറെ തന്നെ ഉണ്ട് കേട്ടോ. അത് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതില്ലേന്ന് ചോദിച്ചപ്പോൾ അവന് കാറിൻ്റെ വേണമെന്ന് പറഞ്ഞാൽ അതെടുത്തേ. പിന്നെ എനിക്ക് തോന്നി പിക്ചർ ഇല്ലാത്തത് കാണാൻ നല്ല ഭംഗിയുണ്ട്, അത് വേണമെന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. അതിന് വരുന്നത് 25 ഒരു 4 ഷീറ്റോ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. ഒരു പാക്കറ്റിൽ 4 ഷീറ്റായിട്ട് വരുന്നുണ്ട്. ഇത് പിന്നെ റൈസറാണ്. റൈസറിൽ ഞാൻ പറഞ്ഞു വൈറ്റ് എടുത്തോ എന്ന് പറഞ്ഞപ്പം അതെടുത്തിട്ടുണ്ട്. പെൻസിൽ, റേസർ, കട്ടർ അതിൻ്റെയൊക്കെ ബോക്സ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും അതന്നെ വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇതൊക്കെ ബൊക്ക അതുപോലെ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഷീറ്റുകളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുമല്ലോ ഇങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റ്, അതിൻ്റെയൊക്കെ ഷീറ്റുകളുണ്ട്. പിന്നെ അത് ഡിസൈൻ ചെയ്യുന്ന ഓരോ സംഭവങ്ങളുണ്ടാവുമല്ലോ, ഐറ്റംസ്, അതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ ആ ഒരു കവറും പല മോഡൽസിലായിട്ട് വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഓരോ എന്താ പറയുക ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു പ്ലാസ്റ്റിക് ക്രയോൺ എടുത്തിട്ടോ. ഇതിന് വരുന്നത് 60 രൂപയാണ്. 60 രൂപ. ഇങ്ങനെ ഓഫറും കാര്യങ്ങളൊന്നുമില്ല. 60 രൂപ വരുന്നത്. എനിക്ക് തോന്നുന്നു സാധാ ഷോപ്പിലും ആ ഒരു പ്രൈസ് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ഇതെടുത്ത് പിന്നെ ഈ പെന്ന്, പെൻസില് അതിൻ്റെയൊക്കെ ഓരോ സെക്ഷൻസാണ്. അതിനൊക്കെ ഡിഫറെൻറ്റ് പ്രൈസസാണ് വരുന്നത്. അതിന്മേൽ തന്നെ ഉണ്ട് പ്രൈസും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയിൽ വരുന്ന പെന്ന്, പെൻസില് അതിൻ്റെയൊക്കെ ഓരോ സെക്ഷൻസാണ് കേട്ടോ. ഇങ്ങനെ കാർട്ടൂൺ ഇങ്ങനെ ടോയ്സ് ആയിട്ട് വരുന്നത്. നല്ല ഫാൻസി മോഡലിൽ വരുന്ന പെന്ന്, പെൻസില് അതിൻ്റെയൊക്കെ ഓരോ സെക്ഷനാണ്. ഇത് വരുന്നത് 2nd ഫ്ലോറാണ്. അല്ല, 1st ഫ്ലോറാണ് ഇത് വരുന്നത്. 2nd ഫ്ലോറിൽ വരുന്നത് ലഞ്ച് ബോക്സ്, ബാഗ് അതിൻ്റെയൊക്കെ ഓരോ സെക്ഷൻസ് വേറെ തന്നെ ഉണ്ട് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഓഫർ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അതാണ് ഗ്രൗണ്ട് ഫ്ലോറ്. ഇത് വരുന്നത് ഡയറീൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ്. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ലഞ്ച് ബോക്സാണ്. നോട്ട്സൊക്കെ ഏതായാലും ഒക്കെ സെറ്റായിട്ടുണ്ട്. പെന്ന്, പെൻസിലൊക്കെ അതും ഓന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് ലഞ്ച് ബോക്സ് വേണം, അത് വാങ്ങിക്കണം. ഇത് 50%, 30% ഒക്കെ ഓഫറാണ് കേട്ടോ. ഇത് വരുന്നത് ഹെയർ ബണ്ണ്, ഹെയർ ക്ലിപ്പ് അതിൻ്റെയൊക്കെ ഓരോ സെക്ഷൻസാണ്. ഈ ഒരു സെക്ഷനിലായിട്ട് തന്നെ ഹെയർ ബണ്ണൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് യൂണിഫോമിനൊക്കെ മാച്ച് ചെയ്തിട്ട് ഈ വൈറ്റ്, ബ്ലാക്ക് അങ്ങനെയൊക്കെ മാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ബണ്ണ്, റിബണ് അതൊക്കെ ഇടേണ്ട മക്കൾസ് ഉണ്ടാവുമല്ലോ. ഈ കുഞ്ഞു മക്കൾസിൻ്റെ ഒക്കെ ഇങ്ങനെ ബണ്ണായിട്ട് വരുന്നതാണ്. ഹെയർ ബണ്ണ്, ഹെയർ ക്ലിപ്പൊക്കെ ആയിട്ട് വരുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഫാൻസിയിൽ നിന്നും പോയിട്ട് കളറ് സെറ്റായിട്ട് കിട്ടൂല. യൂണിഫോമിനൊക്കെ മാച്ച് ചെയ്തിട്ട് നമ്മൾ കളർ എടുക്കുമല്ലോ. ഇത് വരുന്നത് ക്ലിപ്പാണ്. ഇങ്ങനെ വലിയ ആൾക്കാർ, അതായത് ചെറിയ കുഞ്ഞു മക്കളൊക്കെ ക്ലിപ്പ് ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ ഓരോ സെക്ഷൻസാണ് കേട്ടോ. ഇത് ഹഗി ബഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാൻസി പെന്നാണ്. ഇതവന് ഫസ്റ്റിൽ അവൻ എടുത്തത് ഇങ്ങനെ സ്മൈൽ ചെയ്യുന്നതാണ്. അപ്പോൾ സ്മൈൽ ചെയ്യാത്തത് മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി അത് ചേഞ്ച് ചെയ്തിട്ട് വേറെ എടുത്ത്. ഇത് വാട്ടർ ബോട്ടിലിൻ്റെ ഒരു സെക്ഷനാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓരോന്നും നല്ല കളേഴ്സിലും അതുപോലെ നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ക്യാറ്റിൻ്റെ ഒക്കെ ഓരോ ഇതായിട്ട് വരുന്നത്. അതുപോലെ ട്രെയിൻ മോഡൽ വരുന്നതുണ്ട്, റോബോട്ട് മോഡൽ വരുന്നുണ്ട്. നല്ല കിഡ്സിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല വാട്ടർ ബോട്ടിലാണ്. അതിൻ്റെയൊക്കെ ഒരു സെക്ഷൻ വേറെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് സ്പോർട്സിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ്. ബോള് അതുപോലെ ജേഴ്സി അതിൻ്റെയൊക്കെ ഒരു സെക്ഷൻസാണ് കേട്ടോ. ഈ ബൂട്ട് അവൻ ഈ ബ്ലൂ ബൂട്ട് പിടിച്ചിട്ട് പറഞ്ഞു ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ്. അതിനെത്ര 600 500 അങ്ങനെ എന്തോ ആണ് പ്രൈസ് വരുന്നത്. അതിന് ഓഫർ പ്രൈസ് ഒന്നല്ല,
സാധാ MRP വരുന്നുണ്ട് 600 500 അങ്ങനെ എന്തോ ആണ് പ്രൈസ് വരുന്നത്. വാങ്ങിച്ചിട്ടില്ല, അത് പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടോ. ഷൂ നല്ല ഭംഗിയുണ്ട് കാണാൻ, ഈ ഒരു വൈറ്റ് ഷൂ. അതുപോലെ ലേഡീസിനും കിഡ്സിനും പറ്റുള്ള ഒരുപാട് ഫുട്വെയർ കളക്ഷൻസും ഉണ്ട് കേട്ടോ. ഷൂ മോഡലും അതുപോലെ ഇങ്ങനെ സാധാ ചെരുപ്പ് മോഡലൊക്കെ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ഷൂ കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ അവൻ ഇവിടുന്നോ തപ്പി പിടിച്ച് കൊണ്ടുവന്നതാണ് ഈ ഒരു അലാറം. ഇത് ഉണ്ടെങ്കിൽ നേരത്തെ നീക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ വിളിച്ചുകൊണ്ട് ഫോണിൽ ഞാൻ അലാറം വെക്കും, ഇങ്ങനെ ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു അലാറത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടോ. വെറുതെ പറയുകയാണ്, ഓരോന്ന് കണ്ടിട്ട് എടുത്തു കൊണ്ടുവരികയാണ്. ഞാൻ പിന്നെ എന്താണോ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, അതാണ് ഇങ്ങനെ വേഗം സ്പീഡിലായിട്ട് പോകണേ കേട്ടോ. അലീനിയർ സ്പ്രേ അതുപോലെ ക്രീം അങ്ങനത്തെ ഒക്കെ ഓരോ സെക്ഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഓരോ സെപ്പറേറ്റ് സെക്ഷൻ തന്നെയാണ്. അങ്ങനെ നമ്മൾ 3rd ഫ്ലോറിൽ പോയി, അല്ല 2nd ഫ്ലോറിൽ പോയി. 2nd ഫ്ലോറിലാണ് ലഞ്ച് ബോക്സ് ഉള്ളത്. അവിടെ പോയിട്ട് ലഞ്ച് ബോക്സ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. ബാഗിൽ നോക്കുമ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നല്ല നല്ല വെറൈറ്റി ബാഗുകളുണ്ട്. ഗേൾസിനും ബോയ്സിനൊക്കെ പറ്റിയിട്ടുള്ള 250 250 ആണ് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുന്ന കുഞ്ഞു മക്കൾക്ക് പറ്റിയുള്ള ബാഗാണ് കേട്ടോ 250 വരുന്നത്. അതുപോലെ 300 300 രൂപക്കൊക്കെ വരുന്ന നല്ല നല്ല ബാഗുകളുണ്ട് കേട്ടോ. ഇത് വരുന്നത് പൗച്ച് ബോക്സ് അതിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ്. പൗച്ച് പിന്നെ അവന് വാങ്ങിച്ചിട്ടുണ്ട്, പുതിയത് എടുക്കാത്തത്, പിന്നെ അത് വാങ്ങിച്ചിട്ടില്ല. ബാഗിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്, നല്ല ക്ലോത്തും അതുപോലെ ഷിപ്പൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പെട്ടെന്ന് ഷിബ് പൊട്ടുക അതുപോലെ ക്ലോത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് അങ്ങനെയൊന്നും വരില്ല കേട്ടോ. അത്രയും ക്വാളിറ്റി ഉള്ളതാണ്, നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ വരുന്നത് ഗേൾസിൻ്റെ ഒരു സെക്ഷനാണ്. ഗേൾസിൻ്റെ തന്നെ ഒരുപാട് നല്ല വെറൈറ്റി മോഡൽസിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ കാർട്ടൂൺ പിക്ചർ അതുപോലെ നോർമൽ നമുക്ക് പിക്ചർ ഇല്ലാത്തതാണെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. ഇത് വരുന്നത് ബോയ്സിൻ്റെ ഒരു സെക്ഷനാണ്. ബോട്ടിൽസിൽ നോക്കുമ്പം KG കുട്ടിക്ക് മുതൽ വലിയ മക്കൾസിന് വരെയുള്ള ഒരുപാട് വാട്ടർ ബോട്ടിലുണ്ട്. നല്ല നല്ല എന്താ പറയുക മോഡലൊക്കെ ആയിട്ട് വരുന്ന നല്ല ഭംഗി കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ട് വരുന്ന ബോട്ടിൽസ് ഉണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ കാണിച്ചില്ലേ, അതാണ് കേട്ടോ ഷാൻസിന് ഞാൻ ലഞ്ച് ബോക്സ് എടുത്തത്. ഇത് വീഡിയോ എടുക്കുന്നത് അവനാണ്, അപ്പോൾ വലിയ ക്ലിയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവൻ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സിന് വരുന്നത് 499 399 അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 2nd സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുന്ന മക്കൾക്കാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അല്ലാതെ വലിയ കുട്ടിയൊക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. കാരണം അത് ഫുഡ് ഇടാനുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചെറിയ സൈസാണ് കേട്ടോ. ലഞ്ച് ബോക്സ് 749. ഇന്ന് എൻ്റെ ഇമ്മ കുറച്ച് വീഡിയോസ് എടുത്തു. ഇന്ന് ഞാനാണ് വീഡിയോ എടുക്കുന്നത്. ബാഗിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ വേറെ തന്നെ ഉണ്ട്. ബാഗിൽ നമ്മൾ നോക്കുമ്പോൾ 1000 എബോലാണ്, 1000ൻ്റെ ഒക്കെ മുകളിലാണ്. 2000 2500 ഇതിന് പ്രൈസ് വരുന്നത് കേട്ടോ. ഈ ഒരു ബ്രൗൺ പിങ്ക് കളറൊക്കെ ആയിട്ട് വരുന്നത് 2500 2400 അങ്ങനെയൊക്കെയാണ് അതിൻ്റെ MRP വരുന്നത്. അതൊന്നും ഓഫറില്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗുകളാണ് കേട്ടോ. ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ലെതറാണ്, പെട്ടെന്ന് കംപ്ലൈൻ്റ് ഒന്നും ആവുന്നതൊന്നുമല്ല. അപ്പോൾ ഇവിടെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിട്ടോ. നമ്മൾ ബാഗൊന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് നോക്കി. ഈ പേപ്പർ സോപ്പിന് ഇതിൻ്റെയൊക്കെ ബോട്ടിലിന് വരുന്നത് എത്രയാണോ 25 രൂപയാണ്. 45ൻ്റെതാണ്, അത് 25 രൂപയ്ക്കാണ് ഒരു ബോട്ടിൽ. ഞാൻ ഷാനൂസിനൊന്ന് വാങ്ങിച്ചു. അതുപോലെ ഈ ഒരു പശ ഇതിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടോ. ഇതിന് വരുന്നത് എത്രയാണ് 6 7 അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിന് പ്രൈസ് വരുന്നത്, 7 രൂപ. അപ്പോൾ അതൊന്ന് വാങ്ങിച്ച്. ഇതായിട്ട് ഞാൻ വാങ്ങിച്ച ലഞ്ച് ബോക്സ്. അവന് ഈ ഒരു ബോക്സാണ് വാങ്ങിച്ചത്. പിന്നെ ഞാനത് ചേഞ്ച് ചെയ്തിട്ടോ, വേറൊരു ബോക്സാണ് പിന്നെ എടുത്തത്. അത് ഞാൻ ചേഞ്ച് ചെയ്ത് അതിന് വരുന്നത് 449 449 കേട്ടോ അതിന് വരുന്നത് ലഞ്ച് ബോക്സിന്. ഇതൊന്ന് എടുത്തിട്ടുണ്ട്
ഇത് 99 ആണ്, 99 രൂപയാണ് ഇതിന് വരുന്നത്. ഈ ഒരു സ്റ്റീലിൻ്റെ കണ്ടെയ്നർ വരുന്നത്. ഞാനിങ്ങനെ നമുക്ക് എന്തെങ്കിലും കറിയോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തേക്കാലോ, നല്ല ലീക്കാവാത്തൊരു കണ്ടെയ്നർ സെറ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടോ. ഇത് ഫാന് ആയിട്ട് വരുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇവിടെയൊക്കെ ഫുഡ് വെയറിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. അങ്ങനെ ജെൻസിനും ലേഡീസിനും കിഡ്സിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് ഫുഡ് വെയർ കളക്ഷൻസ് ഉണ്ട്. അതുപോലെ ക്രോക്സിൽ നോക്കുമ്പോൾ ഇങ്ങനെ കിഡ്സിനും അതുപോലെ ലേഡീസിനൊക്കെ പറ്റിയിട്ടുള്ള ജെൻസിനും പറ്റിയിട്ടുള്ള ഒരുപാടുണ്ട്. പക്ഷേ അതിനൊന്നും ഓഫറില്ല. 499 450 അങ്ങനെയൊക്കെയാണ് അതിന് പ്രൈസ് വരുന്നത്. ഇത് ബില്ലിങ്ങിനുള്ള ഒരു ക്യൂ ആണ് കേട്ടോ. ഇത്രയും ആളുകൾ ബില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ഞങ്ങളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ കുഞ്ഞ് ഐറ്റംസ്, ഇങ്ങനെ നോട്ട് ബുക്ക്, അതുപോലെ ലഞ്ച് ബോക്സ്, ഈ ബ്രൗൺ പേപ്പർ, ന്യൂസ് സ്ലിപ്പ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ നമ്മൾ ഷോപ്പിംഗ് ചെയ്തിട്ടുള്ളൂ. ബാഗ്, കൊട, കിറ്റ് അതൊക്കെ ഓൾറെഡി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മളെ ഷോപ്പിംഗ് കഴിഞ്ഞ് ബില്ലിങ്ങും കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.